ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ കിരൺ ഈ സാരി എനിക്ക് തന്നത്. പക്ഷെ എനിക്കത് സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ മുത്തശ്ശി. ഇതെങ്ങനെ വെറുതെ എറിഞ്ഞളഞ്ഞ നിനക്ക് കുറച്ചു കഴിഞ്ഞാൽ അതെടുത്ത് വെച്ചൂടെ? ഇതെന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അയ്യോ മോനെ, അയ്യോ ഗിരിജേ, ഗിരിജേ. പാടി ഇങ്ങോട്ട് കത്തിക്കടി. നീ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ നോക്കി നിൽക്കതെ കത്തിക്കടി. കത്തിക്കേ, കത്തിക്കാൻ. എന്ത് കാണാൻ നിക്ക എല്ലാരും? കേറിപ്പോ. ഹലോ, നാളത്തെ ട്രാൻസിറ്റ് പോർട്ട് കടക്കുന്നത് വരെ നിന്റെ ഉത്തരവാദിത്വത്തിലാണ്, അതറിയാലോ. അതെല്ലാം സെറ്റാണ്, ഒരു കുഴപ്പമില്ലാതെ അതൊക്കെ നടന്നോളൂ. ഓക്കെ, എല്ലാത്തിനും നേരിട്ടൊരു ശ്രദ്ധ ഉണ്ടാവണം. വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നോളൂ. ഓക്കെ ഓക്കെ. എടാ, ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് അവര് കിടപ്പാണ്ടില്ലേ? ദുർഗയ്ക്ക് സാരി കൊടുക്കാൻ നീ ആരാ? അതാൻറ്റി, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാ എന്റെ അമ്മയുടെ സാരി ദുർഗയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തത്. നിന്റെ ബർത്ത്ഡേക്ക് സമ്മാനം ദുർഗയ്ക്കോ? അത് കൊള്ളാലോ. ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിന് സാരി കൊടുക്കാൻ നിനക്ക് എന്താ യോഗ്യത? അതോ അവൾക്ക് ഉണ്ണാനും ഉടുക്കാനും ഇല്ലാന്ന് ദുർഗ നിന്നോട് പരാതി പറഞ്ഞോ? അയ്യോ, അങ്ങനെയൊന്നുമല്ല, ഞാനെന്റെ സ്വന്തം ഇഷ്ടത്തിന് കൊടുത്തതാ. ഇതൊക്കെ ഇവരെ പോലുള്ളവന്മാരുടെ നമ്പരാ നാത്തൂനെ. അതെ, പെമ്പിള്ളേരുള്ള വീട് തപ്പിപ്പിടിച്ച് വന്ന് വാടകയ്ക്ക് താമസിക്കും. എന്നിട്ട് ഡ്രസ്സും ചോക്ലേറ്റും വാങ്ങിക്കൊടുത്ത് അവരെ വളച്ചെടുക്കും. ആ പരിപാടി ഇവിടെ നടക്കില്ല. അങ്ങനെയൊന്നുമല്ല, ദുർഗ എനിക്ക് അറിയാവുന്നതല്ലേ, ഒരേ സ്ഥലത്ത് ജോലിയും ചെയ്യുന്നു. ആ പരിചയത്തിന്റെ പേരില സമ്മാനം കൊടുത്തത്. അതൊന്നും വേണ്ടാന്നാ പറഞ്ഞേ. കല്യാണപ്രായമായ പെൺകുട്ടിയാ ദുർഗ. ഇപ്പൊ കല്യാണം നോക്കുന്നുണ്ട്. വെറുതെ ആളുകളെ കൊണ്ട് മോശം പറയിപ്പിക്കാനുള്ള ഇടയുണ്ടാക്കരുത്. അത് വല്ലത് ഇവരെ പോലുള്ളവന്മാർക്ക് മനസ്സിലാവോ? തന്റെയും തള്ളിയില്ലാതെ അനാഥ പ്രേതം പോലെ വളർന്നവനല്ലേ ഇവൻ.
അത് ശരിയാ. സ്വന്തം അച്ഛനാരാണെന്ന് ഇവൻ അറിയൂന്ന് തന്നെ സംശയ. അതൊക്കെ നമ്മൾ എന്തിനാ അമ്മേ പറയുന്നേ? ദുർഗയ്ക്ക് സാരി കൊടുത്ത തെറ്റിന് മേലാൽ ആവർത്തിക്കരുതെന്ന് പറ. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മര്യാദക്കാണെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ കെട്ടും കിടക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിക്കോ. ഇവിടെ വേറെ പെമ്പിള്ളേരുള്ളതാ. ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അഷിതയും അഞ്ജനയും ഞാനൊരു സ്വന്തം സഹോദരിമാരായിട്ടാ കാണുന്നത്. അപ്പൊ ദുർഗയോ? ദുർഗ നിന്റെ ആരാ? എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ദുർഗ നിന്റെ സഹോദരി അല്ലേന്ന്? പെങ്ങളായി കണ്ട ഇങ്ങനെ സാരി വാങ്ങിക്കൊടുത്ത് പുറകെ നടക്കാൻ പറ്റോ? ഇതുവരെ കഴിഞ്ഞത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നീ ഇവിടെ നിന്ന് പോണം. ഞാൻ മേലാൽ ദുർഗയുടെ നിഴൽ വെട്ടത്ത് പോലും നിന്നെ കണ്ടുപോകരുത്. വാ. വിഷമിക്കാതെ മോളെ. ആ പിശാചികൾക്ക് മനസ്സാക്ഷി എന്നൊന്നില്ല. അതാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. അവരീ കാണിച്ചു കൂട്ടുന്ന അഹങ്കാരത്തിനൊക്കെ ഒരു ദിവസം ദൈവത്തിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും, ഉറപ്പാ. ഇത് കിരണിന്റെ അമ്മയുടെ സാരിയാ. നീതി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. എന്നെ അത്രയ്ക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ കിരൺ ഈ സാരി എനിക്ക് തന്നത്. പക്ഷെ എനിക്കത് സൂക്ഷിക്കാൻ പറ്റിയില്ലല്ലോ മുത്തശ്ശി. മോള് കരയാതെ. കിരണിനെ ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കാം. അവന് മോളുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് വേണ്ടി സങ്കടമില്ലെന്ന് പറഞ്ഞാലും കിരണിന്റെ മനസ്സിൽ ഇതൊരു വലിയ വേദനയായി തന്നെ അവശേഷിക്കും മുത്തശ്ശി. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ മോളെ? ഇതിൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മോൾ ഇങ്ങനെ കരഞ്ഞ അത് മുത്തശ്ശിക്ക് സഹിക്കാൻ പറ്റുമോ? മോള് കരയല്ലേ, കരയല്ലേ. വാ, കരയാതെ മോളെ. വാ വാ, അവിടെ ഇരിക്കും. അതെ, ഇന്ന് മോളും കിരണും കൂടി ഒരു സെൽഫി എടുത്തില്ലേ? അതൊന്നുകൂടി കാണിച്ചേ. അതെന്തിനാ മുത്തശ്ശി? അല്ല, ഒന്ന് കാണിച്ചേ, ഒന്നുകൂടി കാണാനാ. സൂപ്പർ ജോഡിയാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ?